നമസ്കാരം. സെപ്റ്റംബർ 11 ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മറ്റു പല കാര്യങ്ങളിലും തുടങ്ങാനിരുന്നതാണ്. ഇപ്പോൾ ഈ ലൈവിൻ്റെ ഇത് ഓൺ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വന്നൊരു വാർത്ത സുപ്രധാനമായതുകൊണ്ട് അതിലേക്ക് ആദ്യം പോവുകയാണ്. യുഎഇക്ക് പിന്നാലെ ബഹ്റൈനും ഇസ്രയേലുമായിട്ടുള്ള ബന്ധങ്ങൾ സാധാരണ നിലയിൽ മറ്റേത് രാജ്യത്തെയും പോലെ ആക്കാൻ തീരുമാനിച്ചതായി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്പം മുമ്പ് അറിയിച്ചിരിക്കുന്നു. ഒരു 30 ദിവസം കൊണ്ട് ഇത് സംബന്ധിച്ച കരാറുകളാകും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഓഗസ്റ്റ് 13 ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ യുഎഇയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിൽ ആക്കുന്നതിന് വേണ്ടിയുള്ള അറിയിപ്പ് വന്നത്. ഇപ്പോൾ സെപ്റ്റംബർ 11 ഏതാണ്ട് ഒരു മാസം ആകുമ്പോൾ ബഹ്റൈനും അതിൻ്റെ പിന്നാലെ. ആദ്യമായിട്ട് ബഹ്റൈനാണ് അന്ന് സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നത് ഈ കരാറിനെ. ഇപ്പോൾ ഇങ്ങനെയായിരിക്കുന്നു എന്ന് ട്രംപ് ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു. ബാക്കിയുള്ള വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിലോ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അറബ് മേഖലയിൽ നിന്നുള്ള ഈ ചുരുങ്ങിയ സമയം കൊണ്ടുള്ള രണ്ടാമത്തെ രാജ്യമായി ബഹ്റൈൻ മാറുകയാണെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. യുഎഇയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും നോക്കിയിരിക്കുന്ന സെപ്റ്റംബർ 11 2001 സെപ്റ്റംബർ 11 ബന്ധപ്പെട്ടല്ല എന്നറിയാമല്ലോ. വിസിറ്റ് വിസ എക്സ്പയറി ആയിട്ട് രാജ്യം വിടാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ജീവകാരുണ്യപരമായ കാലയളവിൻ്റെ അവസാനത്തെ ദിവസമാണ് സെപ്റ്റംബർ 11. എത്ര പേർ പോയി? ഒരുപാട് ആളുകൾ പോയിട്ടില്ല. ഒരു കാരുണ്യം കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുന്ന ആയിരങ്ങളുണ്ട് എന്ന് ദുബായ് വാർത്തയ്ക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം നാട്ടിലേക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല പലർക്കും. നാട് നമ്മളെ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യത്തിലും ആയിട്ടില്ല. ഇന്നും 3000-ഓളം കേസുകൾ നാട്ടിൽ, 14 മരണവും 1 ലക്ഷം രോഗബാധിതരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, 1 ലക്ഷം രോഗബാധ മൊത്തത്തിൽ കഴിഞ്ഞിരിക്കുന്ന നാടാണ് നമ്മുടെ കൊച്ചു കേരളം. മൊത്തത്തിൽ ലോകരാജ്യങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ ഇന്നലെ 3,03,000 എന്ന ഏറ്റവും വലിയ നമ്പറിൽ രോഗബാധ കാണിച്ച് 6,000 മരണവും കാണിച്ച് കടന്നുപോയ സെപ്റ്റംബർ 10 അപ്പോൾ യാത്ര ചെയ്യാൻ പറ്റിയ അത്രയും നല്ല സമയമല്ല. യുഎഇയിലാകട്ടെ ഇന്ന് 931 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മരണമില്ല എന്ന ആശ്വാസം. ഈ 931 ഇന്നലെ 930, ഇന്ന് 931 എന്ന് പറയുമ്പോൾ മെയ് 22 ശേഷം വന്നിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യയാണെന്ന്, 4 മാസത്തിനിപ്പുറമുള്ള ഏറ്റവും വലിയ സംഖ്യ. ഇത് ദോഷം ചെയ്യുന്ന സംഖ്യയാണെന്ന് തിരിച്ചറിഞ്ഞാലും മരണം ഇല്ല എന്നറിയുമ്പോൾ വളരെ വലിയ ആശ്വാസം. പക്ഷേ ഇന്നലെ 5 പേർ മരിച്ചു എന്നുള്ള വാർത്ത വന്നതും നമുക്ക് ബുദ്ധിമുട്ടിലായി. ഇതിനിടയിലാണ് നമ്മൾ വിസിറ്റ് വിസ എക്സ്പയറി ആയിട്ട് പുതുക്കാൻ പലർക്കും കാശില്ലാതെ, നാട്ടിൽ പോകാൻ ടിക്കറ്റ് എടുക്കാനുള്ള 350 പോലും കൈവശമില്ലാതെ കഴിഞ്ഞു പോകുന്ന അവസ്ഥയിൽ നാട്ടിൽ നിന്നും ബന്ധുക്കൾ വിളിച്ചു പറയുകയാണ് പലർക്കും. ഞങ്ങളുടെ ഇൻബോക്സിൽ വന്ന ചില മെസ്സേജുകൾ യഥാർത്ഥത്തിൽ വായിക്കേണ്ടതാണ്. മകനെ, അവിടെ തന്നെ നിൽക്കൂ, ഏതെങ്കിലും ജോലി കിട്ടും, ജോലി കിട്ടുന്നുണ്ടെന്ന് അറിയുന്നുണ്ടല്ലോ, അതുകൊണ്ട് കടിച്ചു പിടിച്ചൊന്ന് നിൽക്കൂ, ഇല്ലെങ്കിൽ ഈ കുടുംബം വീണുപോകും. ഇങ്ങനെ സന്ദേശം വരുന്ന ആയിരക്കണക്കിന് മക്കൾ ഈ യുഎഇയിൽ കഴിയുകയാണ്. അവർക്കങ്ങനെ പെട്ടെന്ന് പോകാൻ എന്തൊക്കെ നിയമം പറഞ്ഞാലും കഴിയില്ല എന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സാക്ഷിയുള്ളവർ ഇടപെട്ടുകൊണ്ട് അവർക്കുള്ള അഭയം കൊടുക്കാനൊക്കെ മുന്നോട്ട് വരേണ്ട ഒരു പുതിയ സാഹചര്യമുണ്ട് എന്ന് ദുബായ് വാർത്ത ഒരുപാട് പേരുടെ അനുഭവത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരാൾക്ക് ഒരു വിസ എടുത്ത് കൊടുക്കാൻ, ഒരാൾക്ക് 1 മാസത്തെ താമസ ചെലവ് കൊടുക്കാൻ, ഒരാൾക്ക് നാട്ടിൽ പോകാൻ വേണ്ടി ഒരു ടിക്കറ്റ് കൊടുക്കാൻ ഒക്കെ ആരെങ്കിലും കാരുണ്യമുള്ളവർ മുന്നോട്ട് വരേണ്ട സമയമാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും ജോലി കിട്ടും. ഇന്ന് തന്നെ ദുബായ് വാർത്തയിൽ ഒരു 42 ജോബ് വേക്കൻസി നാളെ ഫില്ല് ചെയ്യാൻ പറ്റിയത് ഞങ്ങൾക്ക് അറിവുള്ള ഒരു കൂട്ടരുടെ പറയാൻ പോവുകയാണ്. അല്പസമയം കഴിഞ്ഞ് പറയാം. ഏതായാലും ഇന്ന് സെപ്റ്റംബർ 11 പറഞ്ഞ കാലാവധി കഴിഞ്ഞു പോകുമ്പോൾ ഒരു കാര്യമുണ്ട്. ഈ ഫൈനൊക്കെ വന്ന് ഇപ്പോൾ നാളെ പുതുക്കുമോ വീണ്ടും നീട്ടി കിട്ടുമോ ഒന്നും അറിയില്ല. ചിലപ്പോൾ പുതുക്കി കിട്ടിയേക്കും, 1 മാസം കൂടി കിട്ടിയേക്കും, 2 മാസം കിട്ടിയേക്കും, നമുക്കറിയില്ല എന്താണെന്നുള്ളത്. നമുക്ക് പ്രതീക്ഷിക്കാനേ, സ്വപ്നം കാണാനേ മാർഗമുള്ളൂ, അപേക്ഷിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനവും രീതികളുമൊക്കെ ഭരണാധികാരികൾ തീരുമാനിച്ച് നമുക്ക് ഔദാര്യ വായ്പ കൊണ്ടുവരുന്നത് പോലെ ഇരിക്കും. എന്നാൽ ചില രാജ്യങ്ങൾക്കെങ്കിലും, ചില ആളുകൾക്കെങ്കിലും ഈ ഫ്ലൈറ്റൊക്കെ വേണ്ടത്ര ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്ന ചില ആനുകൂല്യങ്ങളുണ്ട്. വലിയ തുക ഫൈനൊക്കെ വരുമ്പോൾ പോയി പറയുന്ന എസ്ട്രഹാം എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട്. വയലേഷൻ ഫൈൻ വന്നിട്ട് അതിനെതിരെ അത് വേവ് ചെയ്യാൻ വേണ്ടി പോയി റിക്വസ്റ്റ് ചെയ്യുന്ന രീതി ഇമിഗ്രേഷനിലുണ്ട്.
ഒന്ന് പോയി റിക്വസ്റ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ എന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. ചില രാജ്യക്കാർക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും മറ്റ് പല വിധത്തിലുള്ള ഇമിഗ്രേഷൻ ഫൈനിൻ്റെ കാര്യത്തിലും കുറച്ച് കുറവൊക്കെ കൊടുത്ത് ഡിസ്കൗണ്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ ഔദാര്യം നിറഞ്ഞ സമീപനം സ്വീകരിച്ചതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിപ്പോൾ എല്ലാവരും വരിയായി പോയി ചോദിച്ചാൽ 100 ദിർഹത്തിനും 200 ദിർഹത്തിനും 400 ദിർഹത്തിൻ്റെയും ഫൈനും കൊണ്ടുപോയാൽ അത് കുറച്ചൊന്നും കൊടുക്കില്ല എന്നുള്ള കാര്യം അറിയാമല്ലോ. അബദ്ധത്തിൽ പെട്ടുപോകുന്ന ആളുകൾക്ക് അങ്ങനെ ഔദാര്യം നിറഞ്ഞ സമീപനം സ്വീകരിച്ചിട്ടുള്ള ഒരുപാട് ഉദാഹരണമുണ്ട്. അതല്ലേ മാർച്ച് 1 മുമ്പേ കഷ്ടത്തിലായിപ്പോയ എക്സ്പയറി ആയിപ്പോയ വിസയുമായി കഴിയുന്നവർക്ക് നവംബർ 17 പോയാൽ മതി എന്ന് പറഞ്ഞ് ഏതാണ്ട് ഒരു 6-8 മാസം കൊടുത്തിട്ടില്ലേ പോകാൻ വേണ്ടി? അതൊക്കെ ജീവകാരുണ്യ പരതയുടെ തികഞ്ഞ ഉദാഹരണങ്ങളല്ലേ? അതുപോലെ നമ്മളെ ബുദ്ധിമുട്ടിലാക്കാത്ത ഒരു സമീപനം വരും. പക്ഷേ പലർക്കും ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ ഫ്ലൈറ്റ് ഇല്ല എന്നൊക്കെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു കാരണം നമ്മുടെ നാട്ടിലേക്ക് ഇഷ്ടം പോലെ ഫ്ലൈറ്റുകൾ ആളെ കിട്ടാനില്ല എന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചും കണ്ടു നിൽക്കണം. നാളത്തെ അറിയിപ്പ് എല്ലാവരും നോക്കിയിരിക്കണം. ഫൈൻ എത്രയാണെന്ന് അറിയാമല്ലോ. 200 ദിർഹം ആദ്യത്തെ ദിവസം, പിന്നീട് ഓരോ ദിവസത്തേക്കും 100 ദിർഹം. ഒരു സർവീസ് ഫീ എന്താണെങ്കിലും 100 ദിർഹം കൊടുക്കണം. ഒരു ദിവസം ആണെങ്കിൽ 300-ഉം 2 ദിവസമായി പോയാൽ 400-ഉം എന്ന കണക്കിലായിരിക്കും പിഴ കൊടുക്കേണ്ടി വരിക എന്ന കാര്യം അറിഞ്ഞിരിക്കുക. കല്യാണം നടത്തിക്കൂടെ? ഇൻബോക്സിൽ ചില ആളുകൾ ഞങ്ങളോട് ചോദിക്കുന്നു, ഒരുപാട് പേർ ചോദിക്കുന്നു. ഇന്നലെ കല്യാണത്തെക്കുറിച്ച് അബുദാബിയിൽ വീട്ടിൽ കയറി പോലീസ് ഫൈൻ അടിച്ചു എന്ന വാർത്ത പുറത്തു വന്നത് മുതൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ഒരുപാട് ആശങ്കയുണ്ട്. കല്യാണം നടത്തിക്കൂടാന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. കല്യാണം നടത്താം, അത് കോൺസുലേറ്റിലോ വീട്ടിലോ എവിടെയാണെങ്കിലും നടത്താം. അത് അതിൻ്റെ രീതിക്കനുസരിച്ച് ആളുകൾ കൂടാത്ത രീതിയിൽ തൽക്കാലം നടത്തിയേ പറ്റൂ. ആ കരാർ ഒപ്പിടാം, താലി കെട്ടാം, എല്ലാം ചെയ്യാം. അപ്പോൾ സൽക്കാരം നടത്തിക്കൂടെ? സൽക്കാരവും നടത്താം. അതിനാണ് ഈ റെസ്റ്റോറൻറ്റുകൾ, വലിയ റെസ്റ്റോറൻറ്റുകളിൽ, വലിയ ഹോട്ടലുകളിലൊക്കെ വലിയ റെസ്റ്റോറൻറ്റുകളുണ്ട്. സാധാരണ ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ചിട്ട് സൽക്കാരവും നടത്താം. പക്ഷേ സൽക്കാരത്തിന് പോകുമ്പോൾ ഗവൺമെൻറ് പറയുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ റെസ്റ്റോറൻറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ടെമ്പറേച്ചർ നോക്കണം. വലിയ ടെമ്പറേച്ചറുള്ള 37.5 ഡിഗ്രി സെൽഷ്യസിന് അപ്പുറത്തുള്ള ടെമ്പറേച്ചറുമായി ഒരാളും സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോകരുത്. 2, റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാണോ മേശയും കസേരയും ഇട്ടിരിക്കുന്നത്, എത്ര അകലം പാലിക്കണമെന്നാണോ മുനിസിപ്പാലിറ്റികൾ പറയുന്നത്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്, ആ അകലം പാലിച്ചിരിക്കുന്നു എന്നുള്ള റെസ്റ്റോറൻറ്റ് ഉറപ്പുവരുത്തണം. പിന്നെ എൻ്റർടൈൻമെൻറ്റ്, പാട്ട്, ഡാൻസ് ഇതൊന്നും പാടില്ല. ആളുകൾ ഒന്നിച്ചു കൂടുന്നത് വരനെയും വധുവിനെയും ആശംസിക്കാൻ വേണ്ടി പോയി കെട്ടിപ്പിടിച്ചുകൊണ്ട് മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് ആശീർവദിക്കുന്ന രീതി പറ്റില്ല. ഇതൊക്കെ മനസ്സിലാക്കിയാൽ സൽക്കാരം നടത്താം. സാധാരണ നമ്മുടെ അതിഥികൾ റെസ്റ്റോറൻറ്റിൽ നിയന്ത്രണങ്ങളോടെ ആഹാരം കഴിക്കുന്ന രീതി എന്താണോ ആഹാരം കഴിച്ച് ആ ആഹാരം കഴിക്കുന്ന സമയത്ത് മാത്രം മാസ്ക് ഒന്ന് താഴേക്കിട്ടിട്ട് ആഹാരം കഴിച്ചു പോകാം. സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചേ പറ്റൂ എന്നുള്ള കാര്യം തിങ്ങിക്കൂടി നിന്ന ഒരു ആചാര രീതി ഉണ്ടാക്കിയെടുക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആശങ്ക ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഇന്നലെ സത്യാവസ്ഥകൾ അതാത് രീതിയിൽ അവിടെ സംഭവിച്ചത്. എല്ലാവരും പാട്ടും കൂത്തും അങ്ങനെയുള്ള രൂപത്തിൽ വരികയും ആളുകൾ മാസ്ക് ധരിക്കാതിരിക്കുകയും ഒരുപാട് ആളുകൾ കുന്നുകൂടി നിൽക്കുന്ന പോലെ സാധാരണ ഒരു ചടങ്ങ് പോലെ ആക്കുമ്പോൾ സ്വാഭാവികമായും ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോകും. ഇപ്പോഴിതാ പറയുന്നു, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പവുമില്ല, നടത്താം. പക്ഷേ അത് റെസ്റ്റോറൻറ്റുകാരും ഹോട്ടലുകാരും ഒക്കെ കൂടി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലെങ്കിൽ 10,000 വെച്ച് അടിച്ചു കിട്ടും. സംഘടിപ്പിക്കുന്നവർക്ക് അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തർക്കും 5,000 കിട്ടും. ഇതൊക്കെ പാലിച്ച് മുന്നോട്ട് പോയാൽ നല്ലത്. ഒരുപാട് പേരുടെ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇന്ന് ഈ പറഞ്ഞിരിക്കുന്നത്. സത്വയിൽ നിങ്ങൾ അറിഞ്ഞ ഒരു കട അടപ്പിച്ചു, റെസ്റ്റോറൻറ്റ് അടപ്പിച്ചു. അദ്ദേഹം കുറച്ച് നന്മ വിചാരിച്ചിട്ട് എല്ലാവർക്കും ഫ്രീ ഫുഡ് കൊടുക്കാമെന്നങ്ങ് അനൗൺസ് ചെയ്തു. അങ്ങനെ ഫ്രീ ഫുഡ് കിട്ടാൻ വേണ്ടി ഓടിക്കൂടിയ ആളുകൾ തിക്കും തിരക്കുമെന്ന് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. ഒരകലവും പാലിച്ചില്ല. ഫ്രീ എന്ന് കണ്ടാൽ ആളുകൾ ഇരച്ചു കയറും. ആ റെസ്റ്റോറൻറ്റ് സത്വയിൽ ദുബായിൽ അടപ്പിച്ചിരിക്കുകയാണ്. ഒരു ജിംനേഷ്യം, ഫിറ്റ്നസ് സെൻറ്റർ ദുബായിൽ അടപ്പിച്ചത് എങ്ങനെയെന്ന് നിങ്ങൾ അറിയണം. അവിടെ വരുന്ന ആളുകളല്ല കുഴപ്പം കാണിച്ചത്. അവിടുത്തെ ഒരു ജീവനക്കാരൻ മാസ്ക് ധരിക്കാതെ നിന്നിട്ട് മറ്റുള്ളവരോട് കാര്യം എങ്ങനെയാണ് ശരീരത്തിൻ്റെ ഫിറ്റ്നസ് എന്ന കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ട് എല്ലായിടത്തും CCTVയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആർക്കും ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ടും അയച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഉദ്യോഗസ്ഥർ വന്നു നോക്കി അത് ബോധ്യപ്പെട്ടു. അപ്പോൾ തന്നെ ജിംനേഷ്യത്തിന് ഫൈൻ കൊടുത്തു. ഇതൊക്കെ നമ്മുടെ ശ്രദ്ധക്കുറവുണ്ട് എന്ന് പറയാൻ വേണ്ടി പറയുന്നതാണ്. ഒരു കാരണവശാലും ക്രൗഡിനെ സൃഷ്ടിക്കരുത്, അതിൽ പങ്കാളിയാവരുത്. കോവിഡ് പോസിറ്റീവുമായി ഏതെങ്കിലും തരത്തിലൊരു ബന്ധം അടുത്ത് കിട്ടിയെന്നറിഞ്ഞാൽ 14 ദിവസം സ്വയം നിശ്ചയിച്ച ക്വാറന്റൈനിൽ പ്രവേശിച്ചു കൊള്ളണം എന്നാണ് UAE പറയുന്നത്.
റെസ്റ്റോറൻറ്റുകൾ, ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകൾ, ഷോപ്പിംഗ് മാൾസ് ഇവിടങ്ങളിലൊക്കെ പോകുമ്പോൾ അകലം പാലിക്കുന്നുണ്ടോ ആളുകൾ എന്നത് മാനേജ്മെന്റ് കൂടി നോക്കണം. ഇനി പറയാൻ പോണ പ്രധാനപ്പെട്ട കാര്യം, ഈ മലയാളി റെസ്റ്റോറൻറ്റുകൾ ഇത്രയും ധാരാളിത്തത്തോടുകൂടി പ്രവർത്തിക്കുന്ന മറ്റൊരു മേഖല UAE പോലെ വേറെ ഉണ്ടാവില്ല. നൂറുകണക്കിന് ഓരോ ട്രഡീഷൻ, പാരമ്പര്യമൊക്കെ പിൻപറ്റിക്കൊണ്ടുപോകുന്ന റെസ്റ്റോറൻറ്റുകൾ. മുമ്പൊക്കെ വലിയ തിരക്ക് വരുമ്പോൾ പുറത്ത് കുറേ ബെഞ്ചും കസേരയും ഇട്ടൊക്കെ ആളുകളെ നിർത്തിയിരിക്കും. ഇപ്പോൾ അങ്ങനെയൊന്നും പാടില്ല എന്നാണ് മുനിസിപ്പാലിറ്റി പറയുന്നത്. ആളുകൾക്ക് നിൽക്കാം, വേറെ എവിടെയെങ്കിലും നിൽക്കാം, പക്ഷേ 1.5-2 മീറ്റർ അകലത്തിലല്ലാതെ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഒരുക്കി കൊടുത്താൽ പിഴ കിട്ടും, അടപ്പിക്കും. ഒരുപാട് പേരുടെ അന്നത്തിൻ്റെ, വരുന്നവരുടെയും നടത്തിക്കൊണ്ടു പോകുന്നവരുടെയും അന്നത്തിൻ്റെ വിഷയമാണ്. കുടുംബങ്ങൾ കഴിയുന്നത് ഇതുകൊണ്ടാണ്. നാട്ടിൽ ലക്ഷക്കണക്കിന് ആളുകൾ കഴിയുന്നത് ദുബായ് അടക്കമുള്ള വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ, ഗൾഫ് പ്രദേശങ്ങളിലെ റെസ്റ്റോറൻറ്റുകളുടെ വരുമാനം കൊണ്ടാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് റെസ്റ്റോറൻറ്റുകൾ ഇത്തരം കാര്യങ്ങൾ ജീവനക്കാരെ പറഞ്ഞു പഠിപ്പിച്ചേ പറ്റൂ. മാസ്ക് ധരിക്കാതെ റെസ്റ്റോറൻറ്റുകളിൽ ജീവനക്കാർ നിൽക്കരുത്. ആഹാരം കഴിക്കുന്നവർ മാസ്ക് മാറ്റിക്കോട്ടെ, പക്ഷേ ജീവനക്കാർ ഒരു സാഹചര്യത്തിലും മാസ്ക് മാറ്റരുത്. പറഞ്ഞു വരുന്നത് നിരന്തരം ഞാൻ ഉദ്യോഗസ്ഥനാണ്, എൻ്റെ ഐഡൻറ്റിറ്റി കണ്ടോ എന്ന് പറഞ്ഞിട്ടല്ല ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ അവർ ദൂരെ നിന്ന് നിരീക്ഷിക്കും. നമ്മൾ കരുതും ഉദ്യോഗസ്ഥനകത്ത് വരുമ്പോൾ മാസ്ക് പിടിച്ച് മുകളിലേക്ക് ഇടാം, ശരിയാക്കിയിടാം. നടക്കില്ല. വളരെ ശ്രദ്ധിക്കണം. മാസ്ക് ധരിച്ചുകൊണ്ടും കയ്യുറ ധരിക്കാൻ പറഞ്ഞാൽ അങ്ങനെയും, ഏതൊക്കെ പ്ലേറ്റുകളാണ് വിതരണം ചെയ്യാൻ ഡിസ്പോസിബിൾ ആണെങ്കിൽ അതിനെക്കുറിച്ചും, മേശ തമ്മിലുള്ള അകലം എത്രയാണെന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെയും പോയില്ലെങ്കിൽ കട അടപ്പിക്കും എന്ന കാര്യമൊന്ന് മനസ്സിലാക്കിയിരിക്കുക. 931 കേസുകൾ, 517 റിക്കവറി. ഇന്ന് മരണമില്ല. മൊത്തം മരണസംഖ്യ 398. കേരളം ഇന്ന് UAEയുടെ ഈ ഒരു മരണസംഖ്യയെ കടന്നങ്ങോട്ട് പോയത് വിഷമമുണ്ടാക്കിയിരിക്കുന്ന ഒരു വിഷയമാണ്. 410 ആയിരിക്കുന്നു മൊത്തം മരണസംഖ്യ. 396 ഇന്നലെയായിരുന്നു. ഇന്ന് 14 മരണം കൂടി കേരളത്തിൽ വന്നപ്പോൾ 410 ആയിരിക്കുന്നു. ഇപ്പോൾ 8,982 ആളുകൾ UAEയിൽ ഇപ്പോഴുമുണ്ട്. 931 കിട്ടിയത് 75,000-ൽ പരം ടെസ്റ്റുകൾ നടത്തിയിട്ടാണ്. ബഹ്റിനിൽ എയർ ബബിൾ ഇന്ത്യയുമായിട്ട് നിലവിൽ വന്നു. UAEക്ക് വന്നതുപോലെ ഇനിയിപ്പോൾ ഇഷ്ടം പോലെ ഫ്ലൈറ്റുകൾ ഉണ്ടാകും. സെപ്റ്റംബർ 11, 2001 സെപ്റ്റംബർ 11 അമേരിക്കയെ വിറപ്പിച്ച ഭീകരാക്രമണം നടന്ന ആ ദിവസത്തിൻ്റെ ഓർമ്മ 19ാം വാർഷികം. ഇന്ന് പ്രസിഡന്റ് ട്രംപും ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ജോ ബൈഡനും പല സ്ഥലങ്ങളിൽ പോയി അതിൻ്റെ ദുഃഖാചരണ പരിപാടികളിലും ആ വാർഷിക പരിപാടികളിലും സംബന്ധിച്ചു. ഒരു വിമാനം പോയി പെൻസിൽവാനിയയിൽ ഒരു പാടത്ത് വീണ് എല്ലാവരും മരിച്ച ആ സ്ഥലത്ത് ട്രംപും പോയി, ജോ ബൈഡനും പോയി. എല്ലാ മരണമടഞ്ഞ ആളുകളുടെ ബന്ധുക്കളോടൊപ്പം ഞങ്ങളുണ്ട്, അവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവെന്ന് വേണമെങ്കിൽ പറയാം, ജോ ബൈഡനും ഒക്കെ സന്ദേശങ്ങൾ കൈമാറിയിരിക്കുകയാണ്. UAEക്ക് ഇന്ന് സയൻസിൻ്റെ കാര്യത്തിൽ വളരെ സുപ്രധാനമായ ഒരു അംഗീകാരം കിട്ടി. ഒരു UAE അധ്യാപകന് ഫിസിക്സിൽ ന്യൂ ഹൊറൈസൺ എന്ന് പറയുന്ന വലിയ പുരസ്കാരം $1,00,000 അത് കിട്ടിയ അഹമ്മദ് അൽ മുഹൈരിയെ അഭിനന്ദിച്ചുകൊണ്ട് ഹിസാൻ ഷേഖ് മുഹമ്മദ് ട്വിറ്ററിൽ പലവട്ടം മെസ്സേജ് ഇട്ടു. വലിയൊരു അംഗീകാരമാണ്. അദ്ദേഹം ഈ ബ്ലാക്ക് ഹോൾസിൻ്റെ തമോ ഗർത്തങ്ങൾ എന്നറിയപ്പെടുന്ന ബ്ലാക്ക് ഹോൾസ്, നക്ഷത്രങ്ങൾ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ, അതിൻ്റെ റേഡിയേഷനുമായി ബന്ധപ്പെട്ട പഠനം നടത്തി ചില കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചതിനാണ് അഹമ്മദ് അൽ മുഹൈരിക്ക് ഇങ്ങനെ ഒരു സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഒരു വലിയ, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തത്ര ഉള്ളൊരു ദുരന്ത വാർത്ത കൂടി അറിയണം. ദുബായിൽ കഴിയുന്ന 3 മക്കൾ, ജോമോൻ, ജോബി, ജോളി. പെരിന്തൽമണ്ണയിലാണ് മാതാപിതാക്കൾ, ചെറിയാനും ത്രേസ്യാമ്മയും. TM ചെറിയാൻ 73 വയസ്സ്, ത്രേസ്യാമ്മ 67 വയസ്സ്. ചെറിയാൻ പ്രവാസിയായിരുന്നു, UAEയിൽ ഒമാനിൽ ജോലി ചെയ്തിട്ടുണ്ട്. നാട്ടിൽ വിശ്രമ ജീവിതം നയിക്കുമ്പോൾ സെപ്റ്റംബർ 7 രാത്രി അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. ഭാര്യ ത്രേസ്യാമ്മ, അതായത് ഈ പറഞ്ഞ ജോമോൻ ജോബി ജോളിയുടെ മാതാവ് ത്രേസ്യാമ്മ പെട്ടെന്ന് ഡോക്ടറെ വിളിക്കുന്നു, അയൽക്കാരെ വിളിക്കുന്നു. അവരോടി വന്ന് ആശുപത്രി കൊണ്ടുപോകുന്നതിനിടയിൽ ത്രേസ്യാമ്മ കുഴഞ്ഞു വീഴുന്നു. അപ്പോൾ തന്നെ മരിക്കുന്നു ത്രേസ്യാമ്മ. നെഞ്ചുവേദന വന്ന ഭർത്താവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുപോകുന്ന വഴിക്ക്, അപ്പോൾ തൽക്കാലം പോകേണ്ടതില്ല, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഭാര്യയുടെ മരണത്തിൽ വിഷമിച്ചിരുന്ന അദ്ദേഹം 10:45 രാത്രി ഭാര്യ മരിക്കുന്നത്. പിറ്റേന്ന് രാവിലെ 10:45 ഭർത്താവ് ചെറിയാനും മരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം.
ഭാര്യയും ഭർത്താവും തമ്മിൽ കൃത്യം 12 മണിക്കൂറിൻ്റെ ഇടവേളയിൽ മരിച്ചു പോകുന്നു. 3 മക്കളും UAE-യിലാണ്. ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ സാഹചര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാസ ജീവിതത്തെ വിലയിരുത്താൻ വേണ്ടി ഈ ഒരു സംഭവം ഓർമ്മിപ്പിച്ചതാണ്. ഡൽഹി ദർബാർ റെസ്റ്റോറൻറ്റ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, പരസ്യം പറയുന്നതല്ല. UAE-യിൽ ബിരിയാണിക്കൊരു വലിയ വിപ്ലവം സൃഷ്ടിച്ച കിങ് ഓഫ് ബോംബെ ബിരിയാണി എന്ന് പേര് കേട്ട അതിൻ്റെ ഉടമ ജാഫർ ഭായ് മൻസൂരി ഇന്ന് മരണമടഞ്ഞു. 84 വയസ്സായിരുന്നു. മുംബൈയിൽ വെച്ചായിരുന്നു അന്ത്യം. അദ്ദേഹമാണ് ഇവിടെ സാധാരണക്കാർക്കൊരു ബോംബെ ബിരിയാണി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവരികയും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പോലും അറബ് ബ്ലോഗർമാർ വന്നിട്ട് ഏറ്റവും മികച്ച ബിരിയാണി ഇത് തന്നെയാണെന്ന് ഡൽഹി ദർബാറിനെ കുറിച്ച് പറഞ്ഞു പോവുകയും ചെയ്ത ആ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ, അമരക്കാരൻ, 80കളിൽ ദുബായിൽ വന്നിട്ട് റെസ്റ്റോറൻറ്റ് സ്ഥാപിച്ചു പോയ അദ്ദേഹം മരണമടഞ്ഞു എന്ന വാർത്തയാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. UAE-യിൽ ഒരു പുതിയ സംവിധാനം വന്നു. ഈ മെഡിക്കൽ വിസയ്ക്ക് വേണ്ടിയുള്ള മെഡിക്കൽ എടുക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി മെഡിക്കൽ എടുക്കുന്ന പരിപാടി സിറ്റി വോക്കിൽ സ്ഥാപിതമായി. അതിന് പറയുന്ന പേര് സ്മാർട്ട് സലിം എന്നാണ്. സ്മാർട്ട് സലിം നല്ല പേരാണ്. അവിടെ മനുഷ്യരുടെ ഇടപെടൽ വളരെ കുറവാണ്. അങ്ങനത്തെ രീതിയിലാണ് മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടി, ടെസ്റ്റ് നടക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ വനിതകളുടെ പ്രൊഫൈൽ എന്ന രൂപത്തിൽ ഉണ്ടാക്കിയിട്ടിട്ട് വ്യാജമായിട്ട് പുരുഷന്മാരെ വശീകരിച്ച് ആകർഷിപ്പിച്ച് കൊണ്ടുപോയി ഏതെങ്കിലും അപ്പാർട്ട്മെൻറ്റിലൊക്കെ കൊണ്ടുപോയി കാശ് തട്ടുന്ന സംഘങ്ങൾ സജീവമാണ്. ദുബായ് പോലീസ് അങ്ങനെ 40 സംഘങ്ങളെ അറസ്റ്റ് ചെയ്തു. പേഴ്സും മൊബൈലും കാർഡുകളും എല്ലാം നഷ്ടപ്പെട്ട കുറേ ആളുകൾ ഓരോരോ പ്രലോഭനങ്ങളിൽ പെട്ടിങ്ങനെ ചെന്ന് കയറാതിരിക്കാൻ മലയാളികൾ ശ്രദ്ധിക്കുക. നാട്ടിൽ നിന്നൊരു വാർത്ത വരുന്നു. റിലയൻസിൻ്റെ റീറ്റെയിൽ ഏതാണ്ടൊരു $2000 കോടി ആസ്തി, അതിൻ്റെ ഷെയർ ആമസോൺ എന്ന് പറയുന്ന വമ്പൻ കമ്പനിക്ക് വിൽക്കാൻ പോകുന്നു. പക്ഷേ റിലയൻസ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല, ശരിയാണ് എന്ന കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു റീറ്റെയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ സംവിധാനവുമായിട്ട് കൂടിച്ചേരാനുള്ള സാഹചര്യം വരുന്നുണ്ട് എന്നാണ് ബിസിനസ് രംഗത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, 42 വേക്കൻസി ഇന്നുണ്ട്. രാത്രി നമ്പർ ഒന്ന് കുറിച്ച് വെക്കണം. ആദ്യം തന്നെ 054-5863-510. ഞങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ തന്നെ പല ആളുകളും നമ്മുടെ പ്രേക്ഷകരും ഈ കമൻറ്റ് ബോക്സിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്പറും ഇമെയിൽ ഐ ഡിയും ഒക്കെ ഇടുന്ന ഒരു രീതിയുണ്ടല്ലോ. അങ്ങനെയുള്ള സഹോദരങ്ങളെ ഞങ്ങൾ സല്യൂട്ട് ചെയ്യുന്നു. കാരണം ചില ആളുകൾക്കത് പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റില്ല, പറഞ്ഞത് ശരിയാണോ എന്നുള്ള അറിയില്ല. അപ്പോൾ അവർക്ക് പിന്നീടത് നമ്പർ വേണമെങ്കിൽ നിങ്ങളിൽ പല പ്രേക്ഷകരും സഹായിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണം അവർക്ക് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നിസാൻ സണ്ണി കാർ കൊടുത്ത DR കൊറിയർ ആൻഡ് കാർഗോ, ആ കമ്പനിയിൽ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവേഴ്സിന് വേണം 25 പേരെ, ഹെൽപ്പേഴ്സിനെയും പാക്കേഴ്സിനെയും വേണം 10 പേരെ, വാക്കിംഗ് കൊറിയർ തസ്തികയിൽ ജോലി ചെയ്യുന്നവർ 5 പേർ വേണം, ലോജിസ്റ്റിക്സിൻ്റെ സൂപ്പർവൈസേഴ്സ് വേണം ഏറ്റവും കുറഞ്ഞത് 2 പേർ. അങ്ങനെ 42 വേക്കൻസി. ഇന്ന് രാത്രി ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്താൽ നാളെ വിളിച്ച് ഇൻ്റർവ്യൂ നടത്തി എടുക്കാൻ പറ്റിയ രൂപത്തിൽ പുതിയ ഓഫീസുകൾ വരികയും പുതിയ സംവിധാനം വരികയും ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും പുതിയ ചില കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് DR കൊറിയർ മുന്നോട്ട് പോവുകയാണെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രംഗത്ത് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ മിടുക്കുണ്ടെന്ന് സ്വയം തോന്നുന്ന ആളുകൾക്ക് സമീപിക്കാം. ശമ്പളവും ആനുകൂല്യങ്ങളും എല്ലാം വ്യക്തമാക്കി പറഞ്ഞു തരും. 054-5863-510 വിളിക്കരുത്. വാട്സപ്പിൽ ഒരു ചെറിയ CV അയക്കുക. അല്ലെങ്കിൽ drcourierjobs@gmail.com അതിലേക്ക് ഇമെയിൽ ചെയ്താലും മതി. drcourierjobs@gmail.com. ആരെങ്കിലും ഇത് കേൾക്കുന്നവർ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് കൃത്യ സ്പെല്ലിങ്ങോട് കൂടി ഈ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ സൗകര്യം. എല്ലാവരും പറയുന്നു വാടക കുറയുന്നു, ഇനിയിപ്പോൾ വാടക ലാൻഡ് ലോഡ്സിന് കുറച്ചേ കിട്ടുള്ളൂ. പക്ഷേ ആഡംബര വില്ല ഒരെണ്ണം അറ്റ്ലാന്റിസ് ഹോട്ടലിനടുത്ത് ദുബായിൽ പാം ഏരിയയിൽ 1 വർഷ വാടക എത്രയെന്നറിയാമോ? 9 ലക്ഷത്തിന് കഴിഞ്ഞ ദിവസം വാടക കരാർ എഴുതിയിരിക്കുകയാണ്. അങ്ങനത്തെ സംഭവമുണ്ട്. അതിൻ്റെ ഉടമ 36.5 മില്യൺ ദിർഹം കൊടുത്ത് വാങ്ങിയതാണ്. ഈ കാലഘട്ടത്തിലും 9 ലക്ഷം ദിർഹം, ഏതാണ്ട് 1 മില്യണോളം കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാൻ ആൾ വരുന്നുണ്ടല്ലോ എന്നുകൂടി ആലോചിക്കണം. ഒക്ടോബർ 1 തുടങ്ങാനിരുന്ന വിസ് എയർ അബുദാബി ഒക്ടോബർ 16 തുടങ്ങുകയുള്ളൂ എന്ന രൂപത്തിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. യൂറോപ്പിലേക്ക് പോകാൻ അബുദാബിയിൽ നിന്ന് ചെറിയ കാശിന് പോകാൻ പറ്റുന്ന സംവിധാനമാണ്.
ആദ്യമായ ഒരു UAE കമ്പനി ഇസ്രായേലിൽ ഓഫീസ് തുടങ്ങാൻ വേണ്ടി എല്ലാം പൂർത്തീകരിച്ചു. നടപടിക്രമങ്ങൾ G42 എന്നാണ് കമ്പനിയുടെ പേര്. അബുദാബി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. 100% ഈ കമ്പനിയുടെ ഓണർഷിപ്പിലാണ് ഇസ്രായേൽ പോകുന്നത്. ഇസ്രായേലിൽ നിന്ന് UAEയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും ഈ കമ്പനി ആയിരിക്കും സ്വീകരിക്കുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കോവിഡ്, മറ്റ് ടെക്നോളജി, ഹെൽത്ത് കെയർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പരസ്പരം സഹകരിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുക. ഏതാണ്ട് 6000-ലധികം ഹൈടെക് കമ്പനികൾ പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഒരുപക്ഷെ ടെക്നീഷ്യന്മാരുടെയും സയൻറ്റിസ്റ്റുകളുടെയും കാര്യം പരിശോധിച്ചാൽ ഈ ഭൂമിയിൽ ഒരു 10,000-ൽ 145 ആളുകൾ ഇസ്രായേലിലാണ്. 10,000 എന്ന കണക്കിൽ 145 എന്ന് പറയുമ്പോൾ മറ്റു രാജ്യങ്ങളിലൊന്നും ഇത്രയും വലിയ കണക്കിൽ സയൻറ്റിസ്റ്റുകളും ടെക്നീഷ്യന്മാരും ഇല്ല. ഇതാണ് ചെറിയ രാജ്യത്തിൻ്റെ ശക്തി എന്ന് മനസ്സിലാക്കണം. ജോർദാനിൽ ആൾപ്പാർപ്പില്ലാത്ത ഒരു മിലിറ്ററി ആയുധ കേന്ദ്രത്തിൽ വൻ സ്ഫോടനം ഇന്ന് ഉണ്ടാവുകയും ഒരാൾക്കും പരിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ വൻ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി പുനഃസംഘടിപ്പിച്ചു. ഗുലാം നബി ആസാദിനെ മാറ്റിയിട്ടുണ്ട്. ബീഹാറിൽ നിന്നുള്ള താരിഖ് അൻവർ ആയിരിക്കും കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി. AK ആന്റണി, ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ എന്നിവർക്ക് ചുമതല തുടരും. ശശി തരൂർ, കപിൽ സിബൽ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. KT ജലീൽ മന്ത്രിയെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയവുമായി ബന്ധപ്പെടുത്തിയും മതഗ്രന്ഥങ്ങൾ വിതരണം ചെയ്ത വിഷയത്തിലും കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടും ചോദ്യം ചെയ്തു കൊച്ചിയിൽ വെച്ച് എൻഫോഴ്സ്മെന്റ്. ഇതിനെ ചുറ്റിപ്പറ്റി മന്ത്രി KT ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് രാത്രി 8 മണി മുതൽ യൂത്ത് കോൺഗ്രസും BJPയും തിരുവനന്തപുരം അടക്കമുള്ള പല ഭാഗത്തും സമരം, പ്രതിഷേധം ഒക്കെ സംഘടിപ്പിക്കുന്നു. മന്ത്രിയുടെ വീടിന് നേർക്ക് പ്രതിഷേധ ജാഥ നടത്തിയെന്ന് പറയുന്നു. പരുക്ക് പറ്റിയെന്ന് കേൾക്കുന്നു. ഇതൊക്കെ സംഭവിക്കുകയാണ്. മന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വിവരങ്ങൾ തേടുക മാത്രം ചെയ്തു, സത്യമേ ജയിക്കൂ, അതിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് വന്നിരിക്കുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യം ഗവൺമെൻറ് ആലോചിക്കുകയാണ്. അതിനുവേണ്ടി ഒരു 3-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ടെഡ്രോസ് അഥനോം, ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും മേധാവി, അദ്ദേഹം ഇന്ന് പാകിസ്ഥാന് വലിയൊരു ക്ലീൻ ചിറ്റും അഭിനന്ദനവും കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ എങ്ങനെയാണ് ഈ രോഗബാധ ഏറ്റവും കുറവാക്കി കൊണ്ടുവന്നത്? ജപ്പാന്റെയും ന്യൂസിലൻഡിൻ്റെയും സ്പെയിൻ്റെയും ഇറ്റലിയുടെയും സൗത്ത് കൊറിയയുടെയും തായ്ലൻഡിൻ്റെയും സെനഗലിൻ്റെയും റുവാണ്ടയുടെയും പട്ടികയിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തി അഭിനന്ദന സന്ദേശം അറിയിച്ചു. പാകിസ്ഥാൻ അതിൽ പ്രതികരിച്ചിരിക്കുന്നത് തങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ്. ഇങ്ങനെ WHO പറഞ്ഞല്ലോ, ഞങ്ങളുടെ മാതൃക നല്ലതാണ് എന്ന്. സ്വാമി അഗ്നിവേശ് ഇനി ഓർമ്മയായി. അദ്ദേഹം മതേതരത്വത്തിനു വേണ്ടി നിലകൊണ്ട യുഗപ്രഭാവനായ എന്ന അർത്ഥത്തിൽ പറയാവുന്ന വിധത്തിലാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. ഡൽഹിയിലായിരുന്നു അന്ത്യം. അലൻ, താഹ രണ്ടുപേരെയും അറിയാമല്ലോ. മാവോയിസ്റ്റ് ബന്ധം, അതിൻ്റെ പേരിൽ 10 മാസം ജയിലിലായിരുന്നു. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അവരെ ഇന്ന് പുറത്തിറക്കി, ജാമ്യം കിട്ടി, അവർ പുറത്തുപോയി എന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ 14 മരണത്തിൻ്റെ കാര്യം പറഞ്ഞു. 2988 പേർക്കാണെന്ന് രോഗബാധ. ഇന്ന് ഗൾഫിൽ ഒരു ആശ്വാസം പറയാനുണ്ട്. കഴിഞ്ഞ കുറേ നാളുകൾക്കിടയിൽ, മാസങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ, വളരെ കുറഞ്ഞ എന്ന് വേണമെങ്കിൽ പറയാം, മരണസംഖ്യ പ്രകടമായ ദിവസമാണ് ഈ സെപ്റ്റംബർ 11. സൗദി അറേബ്യയിൽ 24 പേർ, കുവൈറ്റിൽ ഒരാൾ. ഇങ്ങനെ 25 പേരുടെ മരണം മാത്രമാണെന്ന് കിട്ടിയിരിക്കുന്നത്. വളരെ ആശ്വാസം തോന്നുന്നു. ഇന്നലെയും 42 പറഞ്ഞു. അതിനേക്കാൾ കൂടുതലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇന്ന് ഏതായാലും ഈ 25-ൻ്റെ കണക്കേ വന്നിട്ടുള്ളൂ. പക്ഷേ ഒമാൻ്റെ കണക്കിന്ന് പുറത്ത് വിട്ടിട്ടില്ല, അവധിയായതുകൊണ്ട് എന്ന കാര്യം കൂടി നമ്മളൊന്ന് കൂട്ടിച്ചേർത്ത് വായിക്കണം. അന്താരാഷ്ട്ര തലത്തിൽ 2,85,00,000 കഴിഞ്ഞു പോകുന്നു രോഗബാധയിൽ. 71,36,000 ആളുകളാണ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത്. 60,800 പേർക്ക് ഗുരുതരാവസ്ഥയാണ്. ഇന്നലെ 3,03,000-ഓളം വന്നു കേസുകൾ, 6,000-ഓളം മരണവും. ഇന്ത്യയിൽ 46,53,000. ഇന്നത്തെ പുതിയ കേസുകൾ 94,000-ഓളം ആയിരിക്കുകയാണ് ഇപ്പോൾ. മൊത്തം മരണസംഖ്യ 77,500-ലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ 9 ലക്ഷത്തിൽ പരം ആളുകൾ ആക്റ്റീവായിട്ട് ഇന്ത്യയിൽ കഴിയുന്നുണ്ട് എന്ന കാര്യവും തിരിച്ചറിയണം. ഇന്ത്യയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഹോട്ട്സ്പോട്ടായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇത്രയും കൂടുതൽ കേസുകൾ വരുന്നു എന്ന് മറ്റു രാജ്യങ്ങൾ പഠിക്കുന്നു. ലോകാരോഗ്യ സംഘടന അത്ഭുതത്തോടെ നോക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വൈറസ് ഇപ്പോഴൊന്നും നമ്മളെ വിട്ടുപോകില്ല. ഒന്ന് താഴ്ന്നിറങ്ങിയാലും വീണ്ടും ഇരച്ചു കയറി വരും എന്നൊരുപാട് രാജ്യങ്ങളുടെ പ്രായോഗിക സിദ്ധാന്തം സൂചിപ്പിക്കുമ്പോൾ വാക്സിനുമായി ബന്ധപ്പെട്ട് 2-3 മാസം കൊണ്ടൊന്നും ഒന്നുമാകില്ല എന്ന അർത്ഥത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഓരോ കഥകൾ പുറത്തു വരുമ്പോൾ
നമ്മളെ സംരക്ഷിക്കാൻ അകലം പാലിച്ചുകൊണ്ട് നമ്മൾ തന്നെ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ പതിവ് പറയുന്നത് പോലെ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് സെപ്റ്റംബർ 11 ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.